ISLൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ISL ഇനിയും നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വേണ്ടിയാണ് നിലവിൽ കേന്ദ്ര കായിക മന്ത്രാലയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഒരു വലിയൊരു മീറ്റിംഗ് തന്നെ ഷെഡ്യൂൾ ചെയ്യുകയും ആ ഒരു മീറ്റിംഗ് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മീറ്റിങ്ങിൽ പോലും ISLൻ്റെ കാര്യത്തിൽ നിലവിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കുക എന്നത് വളരെയധികം ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും നിലവിൽ ഒരു താൽക്കാലിക പരിഹാരം എന്ന പോലെ ISL ഒരു നിലവിലൊരു ഈ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു ആശങ്ക നിറഞ്ഞ സമയത്ത് പുതിയൊരു പാർട്ണറിന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു കൊമേഴ്ഷ്യൽ റൈറ്റ് ഓൺ ചെയ്യുന്ന ഒരു വാണിജ്യ പങ്കാളിക്ക് പകരം അല്ലെങ്കിൽ അയാളെ കാത്തിരിക്കുന്നതിന് പകരം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും അതായത് AIFFും അതോടൊപ്പം തന്നെ കേന്ദ്ര കായിക മന്ത്രാലയവും കൂടി ചേർന്ന് ഒരുമിച്ച് കൊണ്ട് തന്നെ ISL നടത്തുവാൻ വേണ്ടി അതായത് ഈ ഒരു സീസൺ നടത്തുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതികളെക്കുറിച്ചാണ് നിലവിൽ ചിന്തിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ISL നടന്ന് അല്ലെങ്കിൽ ഈ ഒരു ISL സീസൺ തീർന്ന് കഴിയുമ്പോഴേക്കും പിന്നീട് വരുന്ന ഒരു ടൈം പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ടൈം പീരീഡ് കൊണ്ട് തന്നെ പുതിയൊരു വാണിജ്യ പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളതാണ് നിലവിലെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിലൂടെ ഒരു നല്ലൊരു ടൈം പീരീഡ് തന്നെ പുതിയൊരു പങ്കാളി അല്ലെങ്കിൽ പുതിയൊരു പാർട്ണർ കൊമേഴ്ഷ്യൽ റൈറ്റ് ഓൺ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു 15 വർഷം തന്നെ അടുത്ത MRA കോൺട്രാക്റ്റ് ഹോൾഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു പാർട്ണറെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ കേന്ദ്ര കായിക മന്ത്രാലയം ഒക്കെ തന്നെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താവും അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് വളരെയധികം ക്രൂഷ്യൽ ഒരു കാര്യമാണ്. അതിനെല്ലാം പുറമെ നിലവിൽ ക്ലബ്ബുകൾ അതായത് ISL ക്ലബ്ബുകൾ നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനിലൊക്കെ തന്നെ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം പുതിയൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ അതായത് ഈ ഒരു ISL ലീഗ് ഒരു EPL അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായത് ക്ലബ്ബുകൾ ഈ ഒരു ISLൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വാണിജ്യ റൈറ്റുകളും അതായത് കൊമേഴ്ഷ്യൽ റൈറ്റുകളും ഓൺ ചെയ്തുകൊണ്ട് എങ്ങനെ വാണിജ്യവൽക്കരിക്കണം എന്നുള്ള പൂർവ്വ തീരുമാനം എടുക്കുവാനുള്ള കംപ്ലീറ്റ് റൈറ്റും ഫെഡറേഷന് കൊടുക്കാതെ അത് ക്ലബ്ബുകൾക്ക് നൽകുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ക്ലബ്ബുകൾക്ക് നൽകണമെന്നൊരു തരത്തിലുള്ള ആ ഒരു ഐഡിയയുമായിട്ടാണ് നിലവിൽ ISL ക്ലബ്ബുകൾ മുൻപോട്ട് കടന്നു വരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അതിൽ വലിയൊരു റോൾ ഉണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ക്ലബ്ബുകൾക്കായിരിക്കും പിന്നീട് ISL ലീഗിൻ്റെ കംപ്ലീറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ടുള്ള എല്ലാ റൈറ്റുകളും ഉണ്ടാകുക. അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ലീഗായിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നടക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ ആ ഒരു ലെവൽ ഓഫ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ ISLലേക്കും കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിലവിൽ ക്ലബ്ബുകൾ ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു ആവശ്യത്തിൽ നിന്നും ഈസ്റ്റ് ബംഗാൾ FC നിലവിൽ മാറി നിൽക്കുന്നുണ്ട് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ISLൻ്റെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു പരിഹാരം നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നിലവിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ അതെന്നും ഒരു പൂർണ്ണമായിട്ട് തന്നെ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ലെവൽ ഓഫ് സ്പോർട്ട് ഇന്ത്യയിൽ തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നതായിരിക്കും. സോ കണ്ടതിന് അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ച ഈ തരത്തിലാണോ എന്നുള്ളത്.